നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് UAE എത്തിയത്. അദ്ദേഹത്തിന് ലഭിച്ചതു രാജകീയമായ വരവേൽപ്പ്. UAE പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് അബുദാബി വിമാനത്താവളത്തിൽ നിന്നും ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചത്. UAE വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ വിമാനത്തെയും വരവേറ്റു. അമേരിക്കൻ പതാക വഹിച്ച നിരവധി കുട്ടികളാണ് ട്രംപിനെ വരവേൽക്കാനായി എത്തിയത്. അൽ അയാല ഹെയർ ഫ്ലിപ്പ് ഡാൻസുമായി സുന്ദരികളും അണിനിരന്നിരുന്നു. തനിക്ക് ലഭിച്ച സ്വീകരണം ഏറെ ഇഷ്ടപ്പെട്ടതായും ട്രംപ് പ്രതികരിച്ചു. രാജ്യങ്ങളുമായി നിരവധി കരാറുകൾ ഏർപ്പെടുന്നതിനു കൂടിയാണ് ട്രംപ് UAEയിലും എത്തിയത്. ചരിത്രപരമായ നിരവധി നിക്ഷേപങ്ങൾ ഈ സന്ദർശനത്തിലൂടെ നേടിയെടുത്തതായും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്ക ഒരു ചൂടൻ രാജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അത്താഴ വിരുന്നിനായി പോകുന്നതിന് മുമ്പ് UAE സർക്കാരിന്റെ വകയായി അദ്ദേഹത്തിന് ഒരു സ്വർണ്ണമാലയും സമ്മാനമായി ലഭിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ട്രംപിനൊപ്പം അമേരിക്കയിലെ ക്യാബിനറ്റ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. UAEയുടേത് അതിശയിപ്പിക്കുന്ന സംസ്കാരമാണെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെ നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയും ഇരു രാജ്യങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ UAEയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ചും കരാറുകൾ ഉണ്ടാക്കും. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയിലും ഖത്തറും സന്ദർശിച്ച ശേഷമാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇന്ന് തിരിച്ചുപോകുമെന്നാണ് കരുതുന്നത്. UAE സന്ദർശിക്കുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2008 ജോർജ് W. ബുഷാണ് ഇതിനു മുമ്പ് രാജ്യം സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അതേസമയം യുദ്ധം കാരണം താറുമാറായ ഗാസയെ സ്വതന്ത്ര മേഖലയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഖത്തറിലെ ദോഹയിൽ പ്രമുഖ വ്യവസായികളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഹമാസ് സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം കൂടിയാണ് ഖത്തർ. ഗാസയെ മിഡിൽ ഈസ്റ്റിലെ റിവേറയാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ നേരത്തെ തന്നെ പല അറബ് രാജ്യങ്ങളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അവിടെ താമസിക്കുന്ന ഫലസ്തീൻ പൗരന്മാരെ എവിടെ മാറ്റിപ്പാർപ്പിക്കുമെന്ന ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഒരു മറുപടിയും നൽകിയിരുന്നുമില്ല. ട്രംപിന്റെ റിവേര എന്ന ആശയത്തെ എതിർക്കുന്നവരിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് ഗാസയെ ലഭിക്കുന്ന കാര്യം ഏറെ സന്തോഷകരമാണെന്നാണ് ഖത്തറിൽ പ്രസംഗവേളയിൽ ട്രംപ് പ്രതികരിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി അദ്ദേഹം തുർക്കിയിലേക്ക് അപ്രതീക്ഷിത സന്ദർശനം നടത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടുമില്ല. അതേസമയം ഖത്തറിൽ നിന്ന് UAEയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായും സൂചിപ്പിച്ചിരുന്നു. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ലംഘിച്ചാൽ ശക്തമായ സൈനിക നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു.